ചില കളിക്കാർ റെക്കോർഡുകൾക്ക് വേണ്ടി കളിക്കുന്നു, ചിലർ കിരീടങ്ങൾക്ക് വേണ്ടി. എന്നാൽ റൊണാൾഡീഞ്ഞോ കളിച്ചത് നമ്മുടെയെല്ലാം ഹൃദയങ്ങൾ കീഴടക്കാൻ വേണ്ടിയായിരുന്നു. ബ്രസീലിലെ ചേരികളിൽ നിന്ന് തുടങ്ങി ലോകത്തിന്റെ നെറുകയിലേക്ക് വളർന്ന താരം. പാരീസിനെയും ബാർസലോനയെയും മിലാനെയും തന്റെ കാൽ കീഴിലാക്കിയ മാന്ത്രികൻ. രാജ്യങ്ങൾക്കും ക്ലബ്ബുകൾക്കും അപ്പുറം ലോകം മുഴുവൻ ഒരുപോലെ സ്നേഹിച്ച ആ ഫുട്ബോൾ ലെജൻഡിന്റെ വിസ്മയകരമായ ജീവിതകഥ നമുക്കൊന്ന് നോക്കാം. വെൽക്കം ബാക്ക് ടു ലിറിക്സ് ഓഫ് ദ ലൈഫ്. 1980 മാർച്ച് 21 ബ്രസീലിലെ പോർട്ടോ അലഗ്രയിലാണ് റൊണാൾഡോ ഡി അസീസ് മൊറേറ ജനിച്ചത്. പിതാവ് അവിടെയുള്ള ഒരു ഷിപ്പ്യാർഡിലെ തൊഴിലാളിയും ഒരു ലോക്കൽ ക്ലബ്ബിലെ ഫുട്ബോൾ കളിക്കാരനുമായിരുന്നു. അമ്മ നഴ്സിംഗ് പഠിച്ചെങ്കിലും ഒരു സെയിൽസ് ഗേളായി ജോലി ചെയ്യുകയായിരുന്നു. ദാരിദ്ര്യവും കഷ്ടപ്പാടുകളും നിറഞ്ഞ ബാല്യത്തിൽ തന്നെ തൻ്റെ 8-ാം വയസ്സിൽ പിതാവ് മരണപ്പെടുകയും കൂടി ചെയ്തതോടെ റൊണാൾഡീഞ്ഞോ ശരിക്കും തകർന്നുപോയി. ആ സങ്കടങ്ങളിൽ നിന്നെല്ലാം അക്കാലത്ത് അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ആശ്വാസമായിരുന്നത് ഫുട്ബോളായിരുന്നു. അന്ന് ഫുട്ബോൾ ടീമിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായതുകൊണ്ടാണ് അദ്ദേഹത്തെ റൊണാൾഡീഞ്ഞോ, അതായത് ചെറിയ റൊണാൾഡോ എന്ന് വിളിച്ചു തുടങ്ങിയത്. റൊണാൾഡീഞ്ഞോയുടെ പ്രൊഫഷണൽ കരിയർ ആരംഭിക്കുന്നത് തൻ്റെ ജന്മനാട്ടിലെ ക്ലബ്ബായ ഗ്രീമിയോയിലൂടെയാണ്. 1999 വെറും 18-ാം വയസ്സിൽ അദ്ദേഹം ക്ലബിനു വേണ്ടി 48 മത്സരങ്ങളിൽ നിന്ന് 23 ഗോളുകൾ നേടി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. അന്നത്തെ ബ്രസീലിയൻ ഇതിഹാസം ഡുങ്കയെ ഡ്രിബിൾ ചെയ്ത് വീഴ്ത്തിയ ആ പ്രകടനം ശ്രദ്ധേയമായിരുന്നു. റൊണാൾഡീഞ്ഞോ എന്ന പേര് ലോകം ആദ്യമായി കേൾക്കുന്നത് 1997 അണ്ടർ 17 ലോകകപ്പിലാണ്. ബ്രസീൽ ചാമ്പ്യന്മാരായ ആ ടൂർണമെന്റിൽ അദ്ദേഹം തന്റെ അസാമാന്യ പ്രകടനം തന്നെ കാഴ്ചവെച്ചിരുന്നു. അധികം വൈകാതെ തന്നെ 1999 ബ്രസീൽ സീനിയർ ടീമിൽ അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചു. കോപ്പ അമേരിക്കയിൽ വെനസ്വേലയ്ക്കെതിരെ അദ്ദേഹം നേടിയ ആ സോളോ ഗോൾ, പന്ത് ഫ്ലിപ്പ് ചെയ്ത് ഡിഫൻഡറെ കബളിപ്പിച്ചു നേടിയ ആ ഗോൾ ഒരു പുതിയ സൂപ്പർ താരത്തിന്റെ ഉദയമായിരുന്നു. 2001 ബ്രസീലിലെ ഗ്രീമിയോയിൽ നിന്നും 5 മില്യൺ യൂറോക്കാണ് റൊണാൾഡീഞ്ഞോ ഫ്രഞ്ച് ക്ലബ്ബായ PSG എത്തുന്നത്. ലോക ഫുട്ബോളിലെ ഒരു വൻ ശക്തിയായി PSG മാറുന്നതിന് മുമ്പുള്ള കാലമായിരുന്നു അത്. പാരീസിലെ കാണികൾ അതുവരെ കാണാത്ത തരം ഫുട്ബോളാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. പന്ത് കാലിൽ കിട്ടിയാൽ അദ്ദേഹം ഒരു നർത്തകനെ പോലെ മൈതാനത്ത് ഒഴുകി നടന്നു. പ്രത്യേകിച്ച് ലൂയിസ് ഫെർണാണ്ടസ് എന്ന കോച്ചിന് കീഴിൽ അദ്ദേഹം PSG കുന്തമുനയായി മാറി. 2002 ഗ്വിങ്കാമ്പിനെതിരെ പകുതി മൈതാനത്തോളം പന്തുമായി ഓടി 5 ഡിഫൻഡർമാരെ വെട്ടിച്ച് അദ്ദേഹം നേടിയ ഗോൾ ഇന്നും PSG ചരിത്രത്തിലെ മികച്ച ഗോളുകളിൽ ഒന്നാണ്. എന്നാൽ കളത്തിന് പുറത്തെ അദ്ദേഹത്തിന്റെ ശീലങ്ങൾ പലപ്പോഴും ക്ലബിന് ഏറെ തലവേദന സൃഷ്ടിച്ചിരുന്നു. റൊണാൾഡീഞ്ഞോയുടെ നൈറ്റ് ലൈഫും പാർട്ടികളോടുള്ള താല്പര്യവും കോച്ച് ലൂയിസ് ഫെർണാണ്ടസിനെ ചൊടിപ്പിച്ചു. അവധി കഴിഞ്ഞ് ബ്രസീലിൽ നിന്ന് വരാൻ വൈകുന്നതും അച്ചടക്കമില്ലായ്മയും കാരണം പലപ്പോഴും അദ്ദേഹത്തെ ആദ്യ 11-ൽ നിന്ന് പുറത്തിരുത്തി. അദ്ദേഹം കളിയെ ഗൗരവമായി കാണുന്നില്ല എന്നായിരുന്നു കോച്ചിന്റെ വിമർശനം. എന്നാൽ ക്ലാസിക്കോ മത്സരങ്ങളിൽ റൊണാൾഡീഞ്ഞോ എന്നും ഒരു അപകടകാരി തന്നെയായിരുന്നു. PSG പ്രധാന എതിരാളികളായ മാർസയെ അവരുടെ സ്വന്തം മൈതാനത്ത് തകർത്തുവിട്ട റൊണാൾഡീഞ്ഞോയുടെ പ്രകടനം പാരീസ് ആരാധകർക്ക് അദ്ദേഹത്തെ പ്രിയങ്കരനാക്കി. PSG വലിയ കിരീടങ്ങൾ നേടാനായില്ലെങ്കിലും യൂറോപ്പിലെ വമ്പൻ ക്ലബ്ബുകളുടെ കണ്ണിൽപ്പെടാൻ ആ 2 വർഷത്തെ പ്രകടനം തന്നെ മതിയായിരുന്നു. PSG വേണ്ടി അദ്ദേഹം 77 മത്സരങ്ങളിൽ നിന്നായി 25 ഗോളുകൾ നേടുകയും 17 അസിസ്റ്റുകൾ നൽകുകയും ചെയ്തിരുന്നു. 2002 കൊറിയ ജപ്പാൻ ലോകകപ്പ് ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ശക്തമായ ആക്രമണ നിര ബ്രസീലിൻ്റെതായിരുന്നു. റൊണാൾഡോ, റിവാൾഡോ, റൊണാൾഡീഞ്ഞോ, ഈ 3R സഖ്യം എല്ലാ ടീമിനെയും വിറപ്പിച്ചിരുന്നു. ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെ 40 വാര അകലെ നിന്ന് ഡേവിഡ് സീമാനെ കാഴ്ചക്കാരനാക്കി അദ്ദേഹം തൊടുത്ത ആ ഫ്രീ കിക്ക് ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്നാണ്. ഫൈനലിൽ ജർമ്മനിയെ തോൽപ്പിച്ച് ബ്രസീൽ 5-ാം തവണ ലോക കിരീടം നേടിയപ്പോൾ ആ വിജയത്തിന്റെ പിന്നിലെ പ്രധാന ബുദ്ധി കേന്ദ്രം 22 വയസ്സുകാരനായ റൊണാൾഡീഞ്ഞോ ആയിരുന്നു. വെറും 4 വർഷം കൊണ്ട് അദ്ദേഹം ലോക ഫുട്ബോളിന്റെ നെറുകയിലെത്തി. 2003 PSG ചാമ്പ്യൻസ് ലീഗ് യോഗ്യത നേടാനാവാതെ വന്നതോടെ അദ്ദേഹം പാരീസ് വിടാൻ തീരുമാനിച്ചു. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അദ്ദേഹത്തിനായി പിന്നാലെ കൂടിയിരുന്നെങ്കിലും ഒടുവിൽ 30 മില്യൺ യൂറോക്ക് അദ്ദേഹം സ്പെയിനിലെ ബാർസലോണയിലേക്ക് വിമാനം കയറി. ഒരു വലിയ ചരിത്രം അവിടെ തുടങ്ങുകയായിരുന്നു. 2003 ബാർസലോണ ഒരു വലിയ പ്രതിസന്ധിയിലായിരുന്നു. കിരീടങ്ങളൊന്നുമില്ലാതെ ഉഴലുന്ന ഒരു ക്ലബ്ബ്. അന്നത്തെ പ്രസിഡന്റ് ജോവാൻ ലാപ്പോർട്ട ഡേവിഡ് ബെക്കാമിനെ ടീമിലെത്തിക്കാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹം റയൽ മാഡ്രിഡിലേക്ക് പോയി. തുടർന്നാണ് റൊണാൾഡീഞ്ഞോ ക്യാമ്പ് നൗവിൽ എത്തുന്നത്. ആ വരവ് ബാർസലോണയുടെ ചരിത്രം തന്നെ മാറ്റിക്കുറിച്ചു. സെവിയക്കെതിരെയുള്ള തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ അദ്ദേഹം വരവറിയിച്ചു. സാങ്കേതിക കാരണങ്ങളാൽ അർദ്ധരാത്രി 12 മണിക്ക് നടന്ന ആ മത്സരത്തിൽ പകുതി മൈതാനത്തോളം പന്തുമായി ഓടി 2 ഡിഫൻഡർമാരെ കബളിപ്പിച്ച് 30 വാര അകലെ നിന്നും അദ്ദേഹം തൊടുത്ത ആ വെടിയുണ്ട ഗോൾ വല കുലുക്കി. സ്റ്റേഡിയം അക്ഷരാർത്ഥത്തിൽ ഇളകിമറിഞ്ഞു. ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അപൂർവമായ നിമിഷം പിറന്നത് 2005 എൽ ക്ലാസിക്കോയിലാണ്.
റയൽ മാഡ്രിഡിന്റെ സ്വന്തം തട്ടകത്തിൽ അവരെ നിലംപരിശാക്കി റൊണാൾഡീഞ്ഞോ 2 ഗോളുകൾ നേടി. അദ്ദേഹത്തിന്റെ മാന്ത്രികത കണ്ട് എതിരാളികളായ റയൽ മാഡ്രിഡ് ആരാധകർ വരെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. മറഡോണയ്ക്ക് ശേഷം ഈ ബഹുമതി ലഭിക്കുന്ന ആദ്യ ബാർസലോണ താരമായിരുന്നു റൊണാൾഡീഞ്ഞോ. 2005 ബ്രസീലിന്റെ ക്യാപ്റ്റനായി അദ്ദേഹം ടീമിനെ കോൺഫെഡറേഷൻ കപ്പ് വിജയത്തിലേക്ക് നയിച്ചു. ഫൈനലിൽ ചിരവൈരികളായ അർജന്റീനയെ 4-1 തകർത്തുവിട്ട മത്സരത്തിൽ അദ്ദേഹം മാൻ ഓഫ് ദി മാച്ച് ആയി. ആ സമയത്ത് ലോകത്ത് റൊണാൾഡീഞ്ഞോയെ തടയാൻ ഒരു ഡിഫൻഡർമാർക്കും സാധിക്കുമായിരുന്നില്ല. 2005 ലോകത്തിലെ മികച്ച താരത്തിനുള്ള ബാലൻഡിയോർ പുരസ്കാരം അദ്ദേഹം സ്വന്തമാക്കി. 2006 ആഴ്സണലിനെ തോൽപ്പിച്ച് ബാർസലോണ ചാമ്പ്യൻസ് ലീഗ് കിരീടം നേടിയപ്പോൾ അതിന്റെ ബുദ്ധി കേന്ദ്രം റൊണാൾഡീഞ്ഞോ ആയിരുന്നു. ലയണൽ മെസ്സി എന്ന അത്ഭുത ബാലനെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് റൊണാൾഡീഞ്ഞോ ആണ്. മെസ്സിയുടെ ആദ്യ ഗോളിന് അസിസ്റ്റ് നൽകിയതും തന്റെ പിൻഗാമിയായി മെസ്സിയെ വളർത്തിയെടുത്തതും അദ്ദേഹമായിരുന്നു. മെസ്സി എന്നേക്കാൾ മികച്ചവനാവുമെന്ന് അദ്ദേഹം അന്ന് തന്നെ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു. ബാർസലോനയ്ക്ക് വേണ്ടി 207 മത്സരങ്ങളിൽ നിന്നായി അദ്ദേഹം 94 ഗോളുകൾ നേടി. കൂടാതെ 2 ലാ ലീഗ കിരീടങ്ങളും 1 ചാമ്പ്യൻസ് ലീഗും 2 സൂപ്പർ കപ്പ് എന്നിവയായിരുന്നു അക്കാലത്തെ നേട്ടങ്ങൾ. 2006 ലോകകപ്പിൽ വലിയ പ്രതീക്ഷയോടെയാണ് എത്തിയതെങ്കിലും ക്വാർട്ടറിൽ ഫ്രാൻസിനോട് തോറ്റ് ബ്രസീൽ പുറത്തായി. പിന്നീട് വന്ന കോച്ചുമാരുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഫോമിലില്ലായ്മയും കാരണം ദേശീയ ടീമിൽ നിന്ന് അദ്ദേഹത്തിന് അവസരങ്ങൾ കുറഞ്ഞു. 2008 ബാർസലോണയിൽ നിന്ന് 24 മില്യൺ യൂറോയ്ക്കാണ് റൊണാൾഡീഞ്ഞോ ഇറ്റാലിയൻ ക്ലബായ AC മിലാനിലെത്തുന്നത്. സാൻ സീറോ സ്റ്റേഡിയത്തിൽ 10,000 ആരാധകരാണ് ആ മാന്ത്രികനെ വരവേൽക്കാൻ തടിച്ചുകൂടിയത്. ബാർസയിൽ 10ാം നമ്പർ ധരിച്ചിരുന്ന അദ്ദേഹം മിലാനിൽ തന്റെ ജനനവർഷത്തെ സൂചിപ്പിക്കുന്ന 80ാം നമ്പർ ജേഴ്സിയാണ് തിരഞ്ഞെടുത്തത്. മിലാനിലെ തന്റെ ആദ്യ സീസണിൽ തന്നെ ആരാധകരുടെ പ്രിയങ്കരനാവാൻ അദ്ദേഹത്തിന് അധികം സമയം വേണ്ടി വന്നില്ല. ചിരവൈരികളായ ഇന്റർ മിലാനെതിരെയുള്ള മിലാൻ ഡെർബിയിൽ ഒരു തകർപ്പൻ ഹെഡറിലൂടെ ഗോൾ നേടി അദ്ദേഹം മിലാനെ വിജയത്തിലേക്ക് നയിച്ചു. ആ ഗോൾ മിലാൻ ആരാധകർക്ക് അദ്ദേഹത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിച്ചു. ആ കാലഘട്ടത്തിലെ AC മിലാൻ നിര ഒരു സ്വപ്ന ടീമായിരുന്നു. റൊണാൾഡീഞ്ഞോക്കൊപ്പം ബ്രസീലിയൻ താരം കക്ക, ഇംഗ്ലീഷ് ഇതിഹാസം ഡേവിഡ് ബെക്കാം, പതറാത്ത ഡിഫൻഡർ പൗളോ മൾദീനി എന്നിവർ ഒരേ ജേഴ്സിയിൽ കളിക്കുന്നത് കാണാൻ തന്നെ വലിയൊരു കൗതുകമായിരുന്നു. വേഗത കുറഞ്ഞെങ്കിലും അദ്ദേഹത്തിന്റെ പാസുകൾക്കും വിഷനും ഒരു കുറവും ഉണ്ടായിരുന്നില്ല. 2009-2010 സീസണിൽ ഇറ്റാലിയൻ ലീഗിലെ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ നൽകിയ താരം റൊണാൾഡീഞ്ഞോ ആയിരുന്നു. ഗോൾ അടിക്കുന്നതിനേക്കാൾ ഗോളിന് വഴിയൊരുക്കുന്നതിൽ അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചു. യുവന്റസിനെതിരെ 3-0 ജയിച്ച മത്സരത്തിലെ അദ്ദേഹത്തിന്റെ ഇരട്ട ഗോളുകൾ ഇന്നും ആരാധകർ ഓർക്കുന്നു. 2010-2011 സീസണിൽ AC മിലാൻ സീരി എ ചാമ്പ്യന്മാരായി. ആ കിരീട നേട്ടത്തിൽ തന്റെ പങ്കുവഹിച്ച ശേഷം 2011 ജനുവരിയിൽ അദ്ദേഹം തന്റെ പ്രിയപ്പെട്ട ബ്രസീലിലേക്ക് മടങ്ങാൻ തീരുമാനിച്ചു. AC മിലാനു വേണ്ടി 95 മത്സരങ്ങളിൽ നിന്നായി അദ്ദേഹം 26 ഗോളുകൾ നേടി. 2011 10 വർഷത്തെ യൂറോപ്യൻ പോരാട്ടങ്ങൾ അവസാനിപ്പിച്ച് റൊണാൾഡീഞ്ഞോ ബ്രസീലിലെ പ്രശസ്തമായ ക്ലബായ ഫ്ലെമിംഗോയിൽ ചേർന്നു. അദ്ദേഹത്തെ വരവേൽക്കാൻ സ്റ്റേഡിയത്തിൽ ഒഴുകിയെത്തിയത് 20,000-ലധികം ആരാധകരായിരുന്നു. അവിടെ അദ്ദേഹം മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ടീമിനെ കാമ്പിയോനാറ്റോ കരിയോക്ക കിരീടത്തിലേക്ക് നയിക്കുകയും ചെയ്തു. എന്നാൽ ക്ലബ്ബ് മാനേജ്മെന്റുമായുള്ള സാമ്പത്തിക തർക്കങ്ങളെ തുടർന്ന് 2012 അദ്ദേഹം അവിടെ നിന്നും പടിയിറങ്ങി. എല്ലാവരും റൊണാൾഡീഞ്ഞോയുടെ കരിയർ അവസാനിച്ചു എന്ന് കരുതിയിടത്താണ് അദ്ദേഹം അത്ലറ്റിക്കോ മിനേറോയിൽ ചേരുന്നത്. അവിടെ നമ്മൾ ആ പഴയ മാന്ത്രികനെ വീണ്ടും കണ്ടു. 2013 ലാറ്റിൻ അമേരിക്കയിലെ ചാമ്പ്യൻസ് ലീഗ് എന്നറിയപ്പെടുന്ന കോപ്പ ലിബർട്ടഡോറസ് ടൂർണമെന്റിൽ അദ്ദേഹം മിനേറോയെ ചരിത്രത്തിലാദ്യമായി കിരീടമണിയിച്ചു. ഇതോടെ UEFA ചാമ്പ്യൻസ് ലീഗും കോപ്പ ലിബർട്ടഡോറസും നേടുന്ന ലോകത്തിലെ ചുരുക്കം ചില താരങ്ങളിൽ ഒരാളായി അദ്ദേഹം മാറി. 2013 ചിലിക്കെതിരായിരുന്നു അദ്ദേഹത്തിന്റെ ബ്രസീൽ ജേഴ്സിയിലെ അവസാനത്തെ അന്താരാഷ്ട്ര മത്സരം. പിന്നീട് 2014 ലോകകപ്പ് ടീമിലും ഇടം ലഭിക്കാതെ വന്നതോടെ ആ ഇതിഹാസത്തിന്റെ അന്താരാഷ്ട്ര കരിയറിന് അവിടെ തിരശ്ശീല വീണു. ബ്രസീലിനായി 97 മത്സരങ്ങളിൽ നിന്ന് 33 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 2017 അദ്ദേഹം മെക്സിക്കൻ ക്ലബ്ബായ കൊററ്റാരോയിലേക്ക് മാറി. എന്നാൽ അവിടെയും അദ്ദേഹം അത്ഭുതങ്ങൾ കാട്ടി. ഒരിക്കൽ കരുത്തരായ ക്ലബ് അമേരിക്കക്കെതിരെ പകരക്കാരനായി ഇറങ്ങി മിനിറ്റുകൾക്കുള്ളിൽ 2 ഗോളുകൾ നേടിയ അദ്ദേഹത്തെ എതിർ ടീമിന്റെ ആരാധകർ പോലും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചാണ് ആദരിച്ചത്. ലോകത്തിന്റെ ഏത് കോണിലായാലും ആ മാന്ത്രികന് ലഭിക്കുന്ന സ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. 2015 ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിനൻസിലാണ് അദ്ദേഹം അവസാനമായി കളിച്ചത്. പ്രായവും പരിക്കുകളും അദ്ദേഹത്തെ തളർത്തി തുടങ്ങിയിരുന്നു. ഏതാനും മത്സരങ്ങൾക്ക് ശേഷം പരസ്പര സമ്മതത്തോടെ അദ്ദേഹം ആ കരാർ അവസാനിപ്പിച്ചു. പിന്നീട് കുറച്ചു കാലം ഫുട്സാൽ മത്സരങ്ങളിലും പ്രദർശന മത്സരങ്ങളിലും പങ്കെടുത്ത ശേഷം 2018 അദ്ദേഹം ഔദ്യോഗികമായി ഫുട്ബോളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ബ്രസീലിലെ തെരുവുകളിൽ ദാരിദ്ര്യത്തോടും കഷ്ടപ്പാടുകളോടും പൊരുതിയാണ് അയാൾ വളർന്നത്. പിതാവിന്റെ അപ്രതീക്ഷിത മരണം ആ 8 വയസ്സുകാരനെ തളർത്തി. പക്ഷേ ആ വേദനകളിൽ നിന്ന് അയാൾക്ക് മോചനം നൽകിയത് ഫുട്ബോൾ ആയിരുന്നു.
വീടിനുള്ളിലെ സാധനങ്ങളും വളർത്തുനായയും വരെ ഡ്രിബിൾ ചെയ്ത് പഠിച്ച ആ ബാലനാണ് പിന്നീട് ലോകം കണ്ട ഏറ്റവും വലിയ ഡ്രിബിളർ ആയി മാറിയത്. ഫുട്ബോൾ ചരിത്രത്തിൽ റൊണാൾഡീഞ്ഞോയേക്കാൾ കൂടുതൽ ഗോളുകൾ നേടിയവരുണ്ടാവാം, കൂടുതൽ കിരീടങ്ങൾ നേടിയവരുമുണ്ടാവാം. എന്നാൽ ഫുട്ബോളിനെ ഇത്രമേൽ മനോഹരമാക്കിയ, ഒരു നൃത്തം പോലെ ആസ്വദിക്കാൻ പഠിപ്പിച്ച മറ്റൊരു താരം ഫുട്ബോൾ ചരിത്രത്തിൽ ഉണ്ടാവില്ല. ഗാലറികളെ ആവേശത്തിലാഴ്ത്തിയ നോ ലുക്ക് പാസുകളും അസാമാന്യ ഫ്രീ കിക്കുകളും കൊണ്ട് അദ്ദേഹം ഫുട്ബോളിനെ ഒരു കവിതയാക്കി മാറ്റി. പലരും കളി നിർത്തുമ്പോൾ റെക്കോർഡുകൾ ബാക്കി വെക്കുന്നു. എന്നാൽ റൊണാൾഡീഞ്ഞോ ബാക്കി വെച്ചത് കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയം നിറഞ്ഞ ഓർമ്മകളാണ്. ക്ലബ്ബുകൾക്കും രാജ്യങ്ങൾക്കും അപ്പുറം ലോകം മുഴുവൻ ഒരുപോലെ പ്രണയിച്ച ഫുട്ബോൾ എന്ന സുന്ദരമായ കളിയുടെ ആത്മാവ് തൊട്ടറിഞ്ഞ റൊണാൾഡീഞ്ഞോ എന്ന ഇതിഹാസത്തിന്റെ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. മറ്റൊരു താരത്തിന്റെ ജീവിതകഥയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.